ഖത്തറിനെ ലക്ഷ്യമിട്ട ഇറാൻ ഡ്രോണുകൾ ആക്രമണം. ഖത്തർ പ്രതിരോധ മന്ത്രാലയം അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മെസൈദ് പവർ പ്ലാന്റിലെ ജലസംഭരണ കേന്ദ്രത്തെ ഡ്രോൺ ആക്രമിച്ചതായാണ് വിവരം. അബ്ബാസ് മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. അബ്ബാസ്, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? വിജയകരമായി അത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ? എന്താണ് സംഭവിച്ചത്? സൈഫുദ്ദീൻ, ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഡിഫൻസ് മിനിസ്ട്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അഥവാ ഒരു ഡ്രോൺ വൺ ഡ്രോൺ ടാർഗറ്റഡ് എ വാട്ടർ ടാങ്ക് ബിലോങ്ങിങ് ടു എ പവർ പ്ലാന്റ് ഇൻ മിസൈദിലെ പവർ പ്ലാന്റിലെ ഒരു വാട്ടർ ടാങ്കിനെ ലക്ഷ്യം വെച്ചിട്ട് ഒരു ഡ്രോൺ ആക്രമണം, ടാർഗറ്റഡ് എന്ന് പറയുമ്പോൾ ഡ്രോൺ ആക്രമണം നടന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത് ദ അതർ ടാർഗറ്റഡ് ആൻ എനർജി ഫെസിലിറ്റി ഇൻ റാസ് അൽ ഖൈമ ഇൻഡസ്ട്രിയൽ സിറ്റി ബിലോങ്ങിങ് ടു ദ ഖത്തർ എനർജിയുടെ ഉടമസ്ഥതയിലുള്ള റാസ് അൽ ഖൈമ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ ഒരു ഊർജ ഫെസിലിറ്റിക്ക് നേരെയാണ്, സൗകര്യത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് ഈ വാർത്താക്കുറിപ്പിൽ, ഡിഫൻസ് മിനിസ്ട്രിയുടെ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള ഹ്യൂമൻ കാഷ്വാലിറ്റി, ആളപായം ഇക്കാര്യത്തിൽ ഇല്ല എന്നും ഡിഫൻസ് മിനിസ്ട്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത്, ഇവിടുത്തെയുള്ള പൗരന്മാരോടും പ്രവാസികളോടും കാമായിരിക്കാനും അതുപോലെ തന്നെ ഒഫീഷ്യൽ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കാനും ഈ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിസൈദ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ ആക്രമണം, ഈ മിസൈദിന് നേരെ ഉണ്ടായ ആക്രമണം ഇന്നിപ്പോൾ പകലിലെ ആദ്യത്തെ ആക്രമണമാണോ? ഇതിന് കൂടുതൽ ആക്രമണങ്ങൾ മുൻപ്, ഇന്നിപ്പോൾ നേരം പുലർന്നതിന് ശേഷം വേറെയും ആക്രമണങ്ങൾ ഉണ്ടായോ? എങ്ങനെയാണ് മൊത്തത്തിൽ കാര്യങ്ങളെ ഖത്തർ പ്രതിരോധ മന്ത്രാലയം കാണുന്നത്? ഇന്ന് രാവിലെ ഇവിടുത്തെ അലുദൈദ് ബേസിനെ കേന്ദ്രമാക്കി ചില അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. ഈ അറ്റാക്കുകളെയൊക്കെ ഇവിടുത്തെ വ്യോമസേന വളരെ വിജയകരമായി തന്നെ പ്രതിരോധിക്കുകയുണ്ടായി. അതിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കാമായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു വാർത്താക്കുറിപ്പ് കൂടി വരുന്നത്. ഇവിടുത്തെ ഊർജ്ജ ഫെസിലിറ്റികൾക്ക് നേരെ, എനർജി ഫെസിലിറ്റികൾക്ക് നേരെ ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി നിലവിൽ ഇനി ഇറാനുമായുള്ള ചർച്ചകൾക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തിയില്ല എന്നുകൂടി CNN നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കാനുള്ള മറ്റൊരു സംഗതി, ഇവിടുത്തെ പൊതുജീവിതത്തിന്, സ്വൈരജീവിതത്തിന് സാധാരണഗതിയിൽ തടസ്സങ്ങളൊന്നുമില്ല. എല്ലാവരും പതിവ് പോലെ തന്നെ ആളുകളൊക്കെ പുറത്തുണ്ട്. യാത്രക്കാരും അതുപോലെ അത്യാവശ്യത്തിനുള്ള യാത്രക്കാരും പുറത്തുള്ള ജീവിത സന്ധാരണം ഒക്കെ സാധാരണഗതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്നാൽ നല്ല ജാഗ്രത പുലർത്താനും അതുപോലെ പരമാവധി താമസ കേന്ദ്രങ്ങൾക്കകത്തും സുരക്ഷിത കേന്ദ്രങ്ങൾക്കകത്തും നിൽക്കാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നുകൂടി നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നതനുസരിച്ച് ഇവിടെ ഈ മിസൈലുകളുടെ ചീളുകളൊക്കെ വീഴുന്ന സാഹചര്യമുണ്ടാകും. അങ്ങോട്ട് പോകരുത്, അവിടെ കൂട്ടം കൂടി നിൽക്കരുത്, അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തരുത്, അത് സർക്കുലേറ്റ് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സൈഫുദ്ദീൻ. അപ്പോൾ ഖത്തറിൽ ഇന്ന് രാവിലെയും അല്പം മുമ്പും ഡ്രോൺ ആക്രമണം ഉണ്ടായി. എല്ലാം വിജയകരമായി തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന വിവരങ്ങൾ കൂടിയാണ് ഖത്തർ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഖത്തറിലെ സാധാരണ ജീവിതത്തെ ഇപ്പോഴത്തെ സംഘർഷം കാര്യമായൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല. അതിന്റെ വിശദാംശങ്ങൾ കൂടി